താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ഭൂമി എന്നർത്ഥം വരാത്ത പദം ഏത്? ധര, ക്ഷോണി, വാരിധി, ക്ഷിതി. ഉത്തരം ഓപ്ഷൻ സി ആണ്, വാരിധി. ധര, ക്ഷോണി, ക്ഷിതി ഇതൊക്കെ ഭൂമി എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ബാല്യകാല സഖി, ഖസാക്കിൻ്റെ ഇതിഹാസം, അറബിപ്പൊന്ന്, സുന്ദരികളും സുന്ദരന്മാരും. ഉത്തരം ഓപ്ഷൻ ബി, ഖസാക്കിൻ്റെ ഇതിഹാസം. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? PC കുട്ടിക്കൃഷ്ണൻ, ഗോവിന്ദ പിഷാരടി, മാധവൻ നായർ, PC ഗോപാലൻ. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PC ഗോപാലൻ. PC ഗോപാലൻ്റെ തൂലികാ നാമമാണ് നന്ദനാർ. KP രാമനുണ്ണിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ജീവിതത്തിൻ്റെ പുസ്തകം, പുരുഷവിലാസം, സൂഫി പറഞ്ഞ കഥ, ചരമവാർഷികം. KP രാമനുണ്ണിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജീവിതത്തിൻ്റെ പുസ്തകം. ജീവിതത്തിൻ്റെ പുസ്തകം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്. ലെഫ്റ്റ് ഹാൻഡഡ് കംപ്ലൈൻറ്റ് എന്ന ശൈലിയുടെ യഥാർത്ഥ മലയാള വിവർത്തനം? ഇടതു കൈയിലെ പ്രശംസ, ഇടതു കൈയിലെ സമ്മാനം, വിപരീത അർത്ഥ പ്രശംസ, അപ്രസ്തുത പ്രശംസ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് എന്ന ശൈലിയുടെ യഥാർത്ഥ മലയാള വിവർത്തനം വിപരീതാർത്ഥ പ്രശംസ. ഇതിന് നീയാണ് ഉത്തരവാദി. ഈ വാക്യത്തിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇതിന് നീയാണ് ഉത്തരവാദി. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. കണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ എ ആണ്, കൺ പ്ലസ് നീർ. കണ്ണീർ എന്ന് എഴുതുമ്പോൾ കൺ പ്ലസ് നീർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടി. ഓട് എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംബന്ധിക, സംയോജിക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സംയോജിക. ഓട് എന്ന് പറയുന്നത് സംയോജിക പ്രത്യയമാണ്. ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടി, അതിലെ ഓട് എന്നുള്ളത് സംയോജിക പ്രത്യയം ആണ്. ഓക്കെ. ബാലാമണിയമ്മ മാതൃത്വത്തിൻ്റെ കവിയത്രിയായും ഇടശ്ശേരി ശക്തിയുടെ കവിയായും അറിയപ്പെടുന്നു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? മാതൃത്വത്തിൻ്റെ കവിയായും അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കവിയത്രിയായും. ഈ പ്രയോഗം തെറ്റാണ്. കവയിത്രി. ഓക്കെ. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റ്. ഋഷിയെ സംബന്ധിക്കുന്നത്. ഇത് ഒറ്റപ്പദമാക്കിയാൽ ഋഷകം, ഋഷികം, ആർഷം, ആർഷികം. ഋഷിയെ സംബന്ധിക്കുന്നത് ഇത് ഒറ്റപ്പദമാക്കിയാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർഷം. ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിയെ സംബന്ധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. വീണ്ടും അടുത്തിലേക്ക് കാണാം. ബൈ.